വെൽക്കം ടു അവർ മലേഷ്യൻ വ്ളോഗ്. ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ഞങ്ങളുടെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. സോ ഫൈനലി ഞങ്ങൾ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി മലേഷ്യയിൽ നിന്നായിരുന്നു. നവംബർ 9th ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. ഒരു 10:30 ആയപ്പോൾ തന്നെ മലേഷ്യ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ അക്കോമഡേഷൻ വന്നത് ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. ബിക്കോസ് ഏർലി ചെക്കിങ് ആയതുകൊണ്ട് തന്നെ ഒരു അരീന സ്റ്റാർ എന്ന് പറയുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ചെക്കിൻ ഉണ്ടായിരുന്നത്. ലേറ്റർ ഞങ്ങൾ മലേഷ്യൻ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ലഞ്ച് കഴിക്കാൻ പപ്പടം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത്. അതൊരു തമിഴ് ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു അവിടെ. ലേറ്റർ ഞങ്ങൾ ഒരു 5 സ്റ്റാർ അക്കോമഡേഷൻ ആയിട്ടുള്ള ഫേസസ് സ്യൂട്ട് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അമേസിങ് റൂമൊക്കെ ആയിരുന്നു. ദിസ് ഈസ് അവർ റൂം ടൂർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ടതാണ് ബാത്ത് ടബ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾക്ക് ബാത്ത് ടബ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് അതിനേക്കാളും ഒരുപാട് ഭംഗിയുള്ള ഒരു റൂമായിരുന്നു ഇത്. വ്യൂ അടിപൊളിയായിരുന്നു. 10th ഫ്ലോർ ആയിരുന്നു. ആക്ച്വലി ദാറ്റ് ബിൽഡിംഗ് വാസ് 52 ഫ്ലോർസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അക്കോമഡേഷൻ വന്ന 10th ഫ്ലോർ ആണെങ്കിലും നല്ല വ്യൂ ഉണ്ടായിരുന്നു. ലേറ്റർ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവായിരുന്നു. കോലാലംപൂർ സിറ്റി നല്ല ട്രാഫിക്കാണ്. ബട്ട് ട്രാഫിക് ആണെന്ന് വെച്ചാലും ഇങ്ങനെ ഹോണൊന്നും അടിച്ചിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മുടെ നാട് പോലെ. ബട്ട് എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ട്രാഫിക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ട്രീറ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം വലിയ വലിയ ബിൽഡിങ്സ് ആയിരുന്നു. മലേഷ്യയുടെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണല്ലോ. കോലാലംപൂർ എല്ലാ സ്ട്രീറ്റും നല്ല വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ആയിട്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റൊക്കെ നല്ല ബിസി ആയിരുന്നു. ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മലേഷ്യ ടൂറിസം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരെ സ്ട്രീറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റ്. മലേഷ്യയിലെ ഒരു ഫേമസ് ഫുഡ് സ്ട്രീറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഈ ജപ്പാനീസ് ടൈപ്പുള്ള ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ ടേസ്റ്റിലുള്ള ഫുഡ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിട്ടുമില്ല. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നോർമൽ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, കുറച്ച് മധുരമൊക്കെ ആയിട്ട്. ഇത് പിന്നെ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഇതാണ് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ടവർ, പെട്രോണാസ് ട്വിൻ ടവർ ആണിത്. ട്വിൻ ടവറിന് നിയർ ബൈ ആയിട്ടാണ് സലോമ ബ്രിഡ്ജ് ഉള്ളത്. രാത്രിയാകുമ്പം ഈ സലോമ ബ്രിഡ്ജിന് പ്രത്യേക ഭംഗിയാണ്. ബിക്കോസ് ഒരുപാട് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഈ സലോമ ബ്രിഡ്ജ് മാത്രമല്ല, മലേഷ്യ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സിംഗിളായിട്ട് ഒരു പിക്ക് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ 10th നവംബർ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണ്. 12 AM കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വെറുതെ ആ സ്ട്രീറ്റ് നടക്കുമായിരുന്നു. ജസ്റ്റ് മലേഷ്യ ആനിവേഴ്സറി ഡേ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മഗ്ഡി കയറിയിട്ട് ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മളെ ഇന്ത്യൻ ടൈമായിട്ട് 2.5 hours ഏർലിയാണ് മലേഷ്യൻ ടൈം. ഇത് നെക്സ്റ്റ് ഡേ 10th നവംബറിൽ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. തിയാൻ ഹോ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ പല ടൈപ്പ് ഓഫ് റിച്വൽസ് ഉണ്ട്. അതിൽ പെട്ട ഒരു റിച്വലാണ് ഈ കാണുന്നത്. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ മേലെ നിന്ന് താഴോട്ടേക്ക് ഇടുമ്പോൾ ഒരു സ്റ്റിക്ക് മാത്രം പൊന്തി കിടന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കിൻ്റെ മേലെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൻ്റെ നോട്ട്സ് നമുക്ക് എടുത്ത് വായിക്കാൻ പറ്റും. മൈൻഡ്ഫുൾ ആയിട്ടുള്ള വേർഡ്സാണ് അതിലുണ്ടായിരുന്നത്. ഇത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മലേഷ്യൻ കിങ് പാലസ് ആണ് ഇത്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഇല്ല. ജസ്റ്റ് പുറത്തുനിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ.
മലേഷ്യൻ്റെ നാഷണൽ ഫ്രൂട്ടാണ് ദൂരിയൻ. നമ്മുടെ ഈ ഒരു ജാക്ക് ഫ്രൂട്ട് പോലുള്ളൊരു ഫ്രൂട്ടാണ് ദൂരിയൻ. ഭയങ്കര സ്മെല്ലാണ്, മാത്രമല്ല അതിന് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ്. ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇത് അന്നത്തെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നാഷണൽ മോണുമെൻ്റ് ആണ്. പണ്ടത്തെ യുദ്ധത്തിൻ്റെ ഒരു മെമ്മറി ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആക്ച്വലി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല ഭംഗിയുള്ളതാണ്. മാത്രമല്ല ഒരുപാട് സ്പേസിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഇവിടെയാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് മാർച്ചസ് ഒക്കെ നടക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചോക്ലേറ്റ് ഗാലറിയാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്, പക്ഷേ ഭയങ്കര പ്രൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കുറച്ച് സാമ്പിൾസ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റ് ഗാലറീൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടുന്ന് ട്വിൻ ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് KL ടവർ ആണ്. 421 മീറ്റേഴ്സ് ഹൈ ആണ് ഈ ടവർ. ഇത് പിന്നീട് ഞങ്ങൾ അവിടെയുള്ള ഒരു മാളിൽ കയറിയതാണ്. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വലിയ മാളാണ് കേട്ടോ. ഈവനിങ് ഞങ്ങൾ കോലാലംപൂർ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മോണോ റെയിലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചൗക്കിറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ കയറിയിട്ട് ഞങ്ങളുടെ ഹോട്ടലുണ്ടായിരുന്ന ബുക്കിറ്റ് നാനാസിലേക്കാണ് പോയിരുന്നത്. ഈവനിങ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മേളിൽ തന്നെയുള്ള ഇൻഫിനിറ്റി പൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മലേഷ്യേൻ്റെ കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വലിയ ബിൽഡിങ്സും സൺസെറ്റും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സൺസെറ്റ് വ്യൂവിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നൈറ്റ് വ്യൂ ആയിരുന്നു. മലേഷ്യേൻ്റെ എൻറ്റയർ ബ്യൂട്ടി ആ നൈറ്റിൽ നമുക്ക് കാണാൻ പറ്റി. ഇത് നെക്സ്റ്റ് ഡേ 11th of November ബാത്തു കേവ്സ് പോയതാണ്. അവിടെ ഏറ്റവും വലിയ മുരുകൻ്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. ആ ടെമ്പിൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. 272 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ആകെ 1 hour സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു സ്റ്റെപ്സ് കയറുന്നത് ആക്ച്വലി നല്ല വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ എന്തോ അവിടെ അതിൻ്റെ മേലെ കയറിയാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആര് പോവുകയാണെങ്കിലും സ്റ്റെപ്സ് കണ്ടിട്ട് പിന്മാറാൻ പാടില്ല. തീർച്ചയായും അതിൻ്റെ മേലെ എത്തണം. ഇതാണ് അവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ. ലേറ്റർ ജെൻലിംഗ് ഹൈലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൈ ക്യാപ്പ് കേബിൾ കാറിലാണ് നമ്മൾ പോവേണ്ടത്. ഈ ഒരു കേബിൾ കാർ വൺസ് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴേക്ക് നമ്മൾ അതിൽ കയറിപ്പോകണം. ആ വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് നമ്മൾ ഒരുപാട് 6000 എബവ് സീ ലെവൽ അത്ര ഹൈറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ ഒരു കേബിൾ കാറിൽ പോവുകയാണ്. ചില സ്പോട്ടിലൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടാവും, ബട്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് മേലേക്ക് എത്തുമ്പം ഒരുപാട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. സോ അത്ര ക്ലിയർ ആയിരുന്നില്ല വിഷനൊന്നും. പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഈ കേബിൾ കാർ പോകുന്നത് സ്കൈ അവന്യൂ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. ഇതൊരു ഐറിഷ് സ്വീറ്റൊക്കെ ഉള്ള ഒരു സ്റ്റാളാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് സാമ്പിളൊക്കെ നോക്കാൻ തന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന കാർണിവലില്ലേ, ആ ഒരു സ്പോട്ടാണ്. ആക്ച്വലി ഈ ഒരു മാള് ഭയങ്കര വലുതാണ്. ഈ മാളിൻ്റെ അകത്താണ് ഈ ഒരു കാർണിവൽ സ്പോട്ട് വരുന്നത്.
ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വേറൊരു സൈഡിലായിട്ട് ജെൻലിംഗ് ഹൈലാൻഡ് പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഔട്ട്ലെറ്റ്സും ഉണ്ടായിരുന്നു. ഇതൊരു ഓപ്പൺ മാൾ കൺസെപ്റ്റാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഡേ 12th നവംബറിൽ പോയിരുന്ന സെൻട്രൽ മാർക്കറ്റാണ്. അവിടെ ഒരു കുട്ടി നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റായിരുന്നു ആ കുട്ടി. മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന 2 സ്ട്രീറ്റ്സ് ആണ് പെറ്റ്ലിൻ സ്ട്രീറ്റ് ആൻഡ് ചൈന ടൗൺ. ഇത് പെറ്റ്ലിൻ സ്ട്രീറ്റ് ആണ്. ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പുത്രഞ്ചയാണ്. ഇതൊരു മോസ്ക് ആണ്. ബേസിക്കലി അവിടെ ഗേൾസിന് കയറണമെങ്കിൽ അവർ തരുന്ന ആ ഒരു റെഡ് കളർ ഡ്രസ്സ് ഇടണം. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. മീൻസ് വേറൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ. ഇതാ മോസ്കിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് കേട്ടോ. അതിൽ നിയർ ബൈ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂവും നല്ല രസമുണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടെ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു. ശ്യാം ചേട്ടനും രവീണ ചേച്ചിയും പിന്നെ അജയും ആരതിയും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി. അവർ 2 കപ്പിൾസിൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു മലേഷ്യയിൽ വെച്ചിട്ട്. 12th നവംബർ രാത്രിയായിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു 9 മണിയായപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ട്രിപ്പായിരിക്കും. കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.